മരിച്ച BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ കുടുംബം കോളേജിൽ എത്തി. നിതിൻ രാജിൻ്റെ പിതാവ് LY രാജൻ, സഹോദരി രാഖി, സഹോദരി ഭർത്താവ് അശോകൻ എന്നിവരാണ് കോളേജിൽ എത്തിയിട്ടുള്ളത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് ചേരുന്നു. ഗോകുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ഭാഗത്താണ് കൂടി നിൽക്കുന്ന ആളുകൾ. അത് നിതിൻ രാജിന്റെ അച്ഛനും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. ആ ഭാഗത്താണ് നിതിൻ രാജ് വീണു മരിച്ചത്. ആ പ്രശ്നം കാണാനാണ് നിതിൻ രാജിന്റെ കുടുംബാംഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അച്ഛൻ, സഹോദരി ഭർത്താവ്, പിന്നെ നാട്ടുകാരും പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സംഘാംഗങ്ങളിലുണ്ട്. വേദനാജനകമായ ഒരു മുഹൂർത്തം തന്നെയാണ്. കാരണം നിതിൻ രാജ് വീണു മരിച്ചത്. ആ പ്രദേശം കാണാനാണ് നിതിൻ രാജിൻ്റെ കുടുംബാംഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അച്ഛൻ, സഹോദരി ഭർത്താവ്, പിന്നെ നാട്ടുകാരും പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സംഘാംഗങ്ങളിലുണ്ട്. വേദനാജനകമായ ഒരു മുഹൂർത്തം തന്നെയാണ്. കാരണം അദ്ദേഹം കണ്ണീരണിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തേക്ക് വന്നിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിതിൻ രാജ് വീണ ഭാഗത്തേക്ക്, കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ ഭാഗത്തേക്ക് നിതിൻ രാജിൻ്റെ പിതാവ് പോകുന്ന ഹൃദയഭേദകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം മകൻ്റെ നഷ്ടമെന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന് മാത്രം വിലയിടാൻ സാധിക്കുന്ന ഒരു മൂല്യമേറിയ കാര്യം തന്നെയാണ്. നമുക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നിതിൻ രാജിൻ്റെ കുടുംബാംഗങ്ങൾ കണ്ണൂരുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് നിതിൻ രാജിൻ്റെ കുടുംബാംഗങ്ങൾ കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് എത്തുന്നത്. ഇന്ന് എത്തിയതിനു ശേഷം ഇവിടെ ഈ അന്വേഷണ സംഘാംഗങ്ങൾക്ക് മൊഴി നൽകുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകളുമൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ, കുടുംബത്തിൻ്റെ പരാതികളൊക്കെ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തതാണ്. കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർക്കണമെന്നൊരു കാര്യമായിരുന്നു പ്രധാനമായി മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേസിലെ പ്രതികളായിട്ടുള്ള സംഗീത, റാം എന്നീ അധ്യാപകരെ പിടികൂടാൻ സാധിക്കാത്തതുള്ള ഒരു അതൃപ്തിയും പങ്കുവെച്ചിട്ടുണ്ട്. ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നൊരു കാര്യം തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ നിതിൻ രാജിനെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുകയായിരുന്നു. അതിന് കാരണക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അതിന് ഒട്ടും വൈകരുത് എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത്. അല്പസമയം മുമ്പാണ് നിതിൻ രാജിൻ്റെ കുടുംബാംഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. ശേഷം നേരെ ഈ അപകടം നടന്ന നിതിൻ രാജ് ചാടി മരിച്ച ആ കെട്ടിടത്തിൻ്റെ സമീപത്തേക്ക് വരികയായിരുന്നു. അദ്ദേഹം വന്ന ദൃശ്യങ്ങൾ, അദ്ദേഹം വരുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ പൂർണ്ണമായും കാണാൻ സാധിക്കുന്നതാണ്. പിന്നീടാണ് ഈ ഭാഗത്തേക്ക് എത്തിയത്. മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിൻ്റെ ഭാഗത്തേക്ക് എത്തുകയും ആ പ്രദേശം, നിതിൻ രാജ് വീണു മരിച്ച ആ പ്രദേശം സന്ദർശിക്കുകയും ഒക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ഇതിനു ശേഷം ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘവുമായി അദ്ദേഹം വീണ്ടും മൊഴി നൽകുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ, കുടുംബത്തിലുള്ള കൂടുതൽ സംശയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ ജില്ലാ പോലീസ് മേധാവിയുമായി സംസാരിച്ച സമയത്തും അദ്ദേഹം ചില കാര്യങ്ങളും ചില ആശങ്കകളും സംശയങ്ങളും ഒക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. മാനേജ്മെന്റ് ഈ സംഭവം ഒരു ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് നിതിൻ രാജിൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസം പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ പിതാവ് പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അന്വേഷണം പുരോഗമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഘട്ടത്തിലാണ് അന്വേഷണ സംഘാംഗങ്ങൾക്ക് മുമ്പിൽ മൊഴി നൽകാനായി അദ്ദേഹം വീണ്ടും എത്തിയത്. ഇന്നലെയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അവർ കണ്ണൂരേക്ക് എത്തുകയും ജില്ലാ പോലീസ് മേധാവിയുമായി കൂടിക്കാഴ്ച ഒക്കെ നടത്തുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവർ ഈ പ്രദേശം സന്ദർശിച്ച ശേഷം, അതായത് നിതിൻ രാജ് പഠിച്ച ആ കോളേജും അതിൻ്റെ പരിസരങ്ങളും നിതിൻ രാജ് വീണു മരിച്ച ആ പ്രദേശവും ഒക്കെ സന്ദർശിച്ച ശേഷം പുറത്തിറങ്ങുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുണ്ട്, മറ്റ് സഹപ്രവർത്തകരും പൊതുപ്രവർത്തകരുമായിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ഹൃദയഭേദകമാണ്, ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇവർ നേരെ പോവുക ഈ പറഞ്ഞതുപോലെ മൊഴി നൽകാനാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് മുമ്പാകെ, കണ്ണൂർ ACPക്ക് മുമ്പാകെയായിരിക്കും അദ്ദേഹം വീണ്ടും മൊഴി നൽകുക. ആ സമയത്ത് കഴിഞ്ഞ ദിവസം ആവർത്തിച്ച കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കൂടുതൽ ആളുകളെ പ്രതി ചേർക്കണമെന്നും പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകളെ കേസിൽ പ്രതിയാക്കണമെന്നുള്ള ആവശ്യം തുടക്കം മുതൽ അവർ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതായത് നിതിൻ രാജ് മരണത്തിന് തൊട്ടു മുമ്പുള്ള CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. അതിൽ പ്രിൻസിപ്പാളും ചില അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ നിതിൻ രാജിനോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നിതിൻ രാജിൻ്റെ മരണം സംഭവിക്കുന്നത്. ആ വിഷയങ്ങളിലൊക്കെ ചില സംശയങ്ങളും ആശങ്കകളും അതൃപ്തിയും ഒക്കെ ഉണ്ട്. സംസാരിക്കാൻ പറ്റുമോ? ഇപ്പോ സംസാരിക്കാൻ പറ്റുമോ? ഉള്ളുലയ്ക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ BDS കോളേജിൽ നിന്ന് ഇപ്പോൾ കാണുന്നത്, പ്രേക്ഷകർ കാണുന്നത്.
മകൻ ഡോക്ടറായി വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന, എന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരു പിതാവും ആ കുടുംബാംഗങ്ങളുമൊക്കെ അവിടെ മകൻ മരിച്ചെന്ന വാർത്ത പിന്നീട് അവരെ തേടിയെത്തുന്നു. ആ സ്ഥലം, മകൻ പഠിച്ച ക്യാമ്പസ്, മകൻ പഠിച്ചിരുന്ന പാഠശാല, ക്ലാസ് മുറി, അതോടൊപ്പം ഈ മകനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലം, ഇതൊക്കെ ഒരു പിതാവ് കാണേണ്ടി വരിക, കുടുംബാംഗങ്ങൾ കാണേണ്ടി വരിക എന്നത് അങ്ങേയറ്റം ഉള്ളു പൊള്ളിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഹൃദയഭേദകമായ രംഗങ്ങൾ ഇപ്പോൾ കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നത്. ആരു തളർത്തിയാലും ഡോക്ടറായിട്ടേ ഞാൻ ഈ കോളേജിൽ നിന്ന് പുറത്തിറങ്ങൂ എന്ന് നെഞ്ചുറപ്പോടെ സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചിരുന്ന നിതിൻ രാജ്. ആ നിതിൻ രാജ് എന്ന 1ാം വർഷ BDS വിദ്യാർത്ഥി പിന്നീട് അധിക്ഷേപത്തെ തുടർന്ന്, അധ്യാപകരുടെ അധിക്ഷേപത്തെ തുടർന്ന്, കോളേജ് അധികൃതരുടെ അധിക്ഷേപത്തെ തുടർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.